7. കണ്ണഴി മൂർക്കില്ലാത്ത മനയ്ക്കൽ സൂരി നമ്പൂതിരിപ്പാട്. ഈ കഥയെക്കുറിച്ച് ശരിയായും സത്യമായും ഒരു പുസ്തകമുണ്ടാക്കാൻ ഉറച്ച് ആരംഭത്തിൽ തന്നെ ആ പുസ്തകത്തിൽ കാണിപ്പാൻ പോകുന്ന വല്ല സംഗതികളാലും വല്ലവർക്കും വല്ല സുഖക്കേടോ പരിഭവമോ ഉണ്ടാവാൻ ഇടയുണ്ടോ എന്ന് ആ ഗ്രന്ഥകർത്താവ് ആലോചിപ്പാൻ സാധാരണ ആവശ്യമില്ലാത്തതാകുന്നു. എന്നാൽ മലയാളത്തിൽ ഇത് ഒരു പുതുമാതിരി കഥ ആകയാൽ എൻ്റെ വായനക്കാരിൽ ചിലർ ഈ പുസ്തകത്തിൽ കാണുന്ന വല്ല സംഗതികളിലും ഒരു സമയം അബദ്ധമായി എൻ്റെ വിചാരവും ഉദ്ദേശവും ധരിച്ചു പോവാൻ ഇടയുണ്ടാവുമോ എന്നു ഞാൻ ശങ്കിക്കുന്നതിനാൽ അതിനെപ്പറ്റി ഇവിടെ അല്പം ഒന്ന് പ്രസംഗിക്കേണ്ടത് ആവശ്യമാണെന്ന് വിചാരിക്കുന്നു. ഈ അധ്യായത്തിലും ഇനി വരുന്ന ചില അധ്യായങ്ങളിലും കുറെ അവ്യവസ്ഥിത മനസ്സുകാരനും സ്ത്രീലോലനും ആയ ഒരു നമ്പൂതിരിപ്പാടിൻ്റെ കഥയെക്കുറിച്ച് പറയേണ്ടി വരുന്നു. എനിക്ക് മലയാളത്തിൽ നമ്പൂതിരിമാരെക്കാൾ അധികം ബഹുമാനമുള്ളവർ ആരുമില്ല. അവരിൽ അതിബുദ്ധിശാലികളും സമർത്ഥന്മാരും ആയ പലരെയും ഞാൻ അറിയും. അതിൽ ചിലർ എൻ്റെ വലിയ സ്നേഹിതന്മാരായിട്ടും ഉണ്ട്. ഏതു ജാതിയിലും മനുഷ്യർ സമർത്ഥന്മാരായും വിഡ്ഢികളായും ബുദ്ധിമാന്മാരായും ബുദ്ധിശൂന്യന്മാരായും സത്തുക്കളായും അസത്തുക്കളായും കാണപ്പെടുന്നുണ്ട്. അതുപ്രകാരം തന്നെയാണ് നമ്പൂതിരിമാരിലും ഉള്ളത്. ഈ കഥയിൽ കാണുന്ന നമ്പൂതിരിപ്പാട് കുറെ അമാന്തക്കാരനാണെങ്കിലും അദ്ദേഹത്തോടു കൂടി തന്നെ എൻ്റെ വായനക്കാർക്ക് പരിചയമാവാൻ പോകുന്ന ചെറുശ്ശേരി നമ്പൂതിരിയുടെ സാമർഥ്യവും രസികത്വവും ഓർത്താൽ സാധാരണ ശ്ലാഘനീയന്മാരായും മലയാളത്തിൽ അത്യുത്കൃഷ്ട സ്ഥിതിയിൽ വയ്ക്കപ്പെട്ടിട്ടുള്ളവരുമായ നമ്പൂതിരിപ്പാടന്മാരെയും നമ്പൂതിരിമാരെയും പരിഹസിക്കണമെന്നുള്ള ഒരു ദുഷ്ടവിചാരം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് എൻ്റെ ബുദ്ധിമാന്മാരും നിഷ്പക്ഷവാദികളുമായ വായനക്കാർക്ക് ധാരാളമായി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇംഗ്ലീഷിൽ ഈ മാതിരി കഥകളിൽ പറയപ്പെടുന്നവരെല്ലാം പല സ്ഥിതിയിലും ഇരിക്കുന്ന യൂറോപ്യൻ സ്ത്രീ പുരുഷന്മാരാണ്. ചില പുസ്തകങ്ങളിൽ ഈ കാലം ജീവനോടുകൂടി ഇരിക്കുന്ന മഹാന്മാരായ ചില സായിപ്പന്മാരെ കൊണ്ടുകൂടി ദൂഷ്യമായോ പരിഹാസമായോ ശ്ലാഘിച്ചിട്ടോ ചിലപ്പോൾ പറയപ്പെട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരു കഥയിൽ ദുഷ്ടവിചാരം കൂടാതെ ഈ വക പ്രസംഗങ്ങൾ ചെയ്യുന്നതിന്മേൽ യൂറോപ്പിൽ ആർക്കും പരിഭവമോ ഷണ്ഠയോ ഉണ്ടായി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറയപ്പെടുന്ന സംഗതികൾ നിമിത്തം ആർക്കും പരിഭവമുണ്ടാകയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കേശവൻ നമ്പൂതിരി പഞ്ചുമേനോന് വായിച്ചു കേൾപ്പിച്ച എഴുത്ത് മേൽപ്പറഞ്ഞ സൂരി നമ്പൂതിരിപ്പാട്ടിലെ എഴുത്തായിരുന്നു. കണ്ണഴി മൂർക്കില്ലാത്ത മന മലയാളത്തിലെങ്ങും പ്രസിദ്ധപ്പെട്ട ഒരു മനയും സമ്പത്തിലും ഉത്കൃഷ്ടതയിലും നിസ്തുല്യമെന്ന് പറയപ്പെട്ടു വന്നതും ആകുന്നു. ഈ മനയിലെ കുബേരന്മാരായ നമ്പൂതിരിപ്പാടന്മാരിൽ രണ്ടാമത്തെ ആളാണ് സൂരി നമ്പൂതിരിപ്പാട്. എങ്കിലും അപ്പൻ നമ്പൂതിരിപ്പാട് വയോധികനും രോഗിയും ആയിരുന്നതിനാൽ മനവക സകല കാര്യങ്ങളും നോക്കി വരാൻ നിശ്ചയിക്കപ്പെട്ട ആൾ സൂരി നമ്പൂതിരിപ്പാടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ കഥ നടന്ന കാലത്ത് 45 വയസ്സ് പ്രായമാണ്. ചെറുപ്പം മുതൽക്കേ മനവക കാര്യങ്ങൾ നോക്കേണ്ടതിനാക്കിയതിനാൽ വിദ്യാഭ്യാസം ഉണ്ടായില്ല. ഇദ്ദേഹം ജാത്യ വളരെ സ്ത്രീലോലനായിരുന്നു. വേളി കഴിച്ചിട്ടില്ല. അപ്പൻ നമ്പൂതിരിപ്പാട് എത്ര തിരക്കിയിട്ടും വേളി കഴിക്കാതെ തന്നെ ഇതുവരെ ഇദ്ദേഹം കഴിച്ചു. അനുജന്മാർ 2 ആൾ വേളി കഴിച്ചിട്ടുണ്ട്. അത് സംഗതിയാക്കി പറഞ്ഞ് താൻ യഥേഷ്ടം ശൂദ്ര സ്ത്രീകളുടെ ഭർത്താവായിട്ട് തന്നെ കാലം കഴിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ദേഹത്തെക്കുറിച്ച് ആപാദചൂടം വർണ്ണിക്കുവാൻ ഞാൻ ഭാവിക്കുന്നില്ല. ആൾ നല്ല വെളുത്ത നിറത്തിലാണെങ്കിലും സൗന്ദര്യമാവട്ടെ സ്ത്രീയാവട്ടെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിന് ലേശം പോലും ഇല്ലെന്നു തന്നെ പറയാം. എന്നാൽ കേവലം വിരൂപനാണെന്ന് പറവാൻ പാടില്ല. ഇദ്ദേഹത്തെ പോലെയുള്ള ദേഹസ്വഭാവം പക്ഷേ 1,00,000 പേർക്ക് മലയാളത്തിൽ കാണാം.
അവയവങ്ങളിൽ യാതൊന്നിനും വിശേഷവിധിയായി ഒന്നുമില്ല. സൗന്ദര്യവും കലശലായ വൈരൂപ്യവും ഒരവയവത്തിനും ഉണ്ടെന്ന് പറവാൻ പാടില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ദേഹസ്വഭാവത്തിലും പ്രകൃതത്തിലും 2-3 സംഗതികൾ മാത്രം വിശേഷവിധിയായി പറയേണ്ടതുണ്ട്. ഇദ്ദേഹം ചിരിക്കുമ്പോൾ വായ 2 കവിൾത്തടങ്ങളിൽ എത്തി അവിടുന്നും കവിഞ്ഞ് നീണ്ടു നിൽക്കുന്നുണ്ടോ എന്ന് കാണുന്നവർക്ക് തോന്നും. നാസിക ശരിയായിട്ട് തന്നെ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ആ മുഖത്തിന് മതിയായില്ല എന്ന് തോന്നും. നടക്കുന്നത് ചാടിച്ചാടിക്കൊണ്ട് കാക്കകളെപ്പോലെയോ എന്ന് തോന്നും. ഇദ്ദേഹം സ്ത്രീഭ്രാന്തനാണെന്ന് ആദ്യത്തിൽ പറഞ്ഞു പോയതുകൊണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അത്ര അധികം പറയേണ്ടതില്ല. ധനവാന്മാരായ പുരുഷന്മാർക്ക് സ്ത്രീകളിൽ അതിയായ ചാബല്യം ഉണ്ടായാൽ പിന്നെ അവരുടെ വേറെയുള്ള സ്വഭാവത്തെപ്പറ്റി അധികം പറവാൻ ഉണ്ടാവുന്നതല്ല. അവരുടെ എല്ലായ്പ്പോഴും ഉള്ള വിചാരവും പ്രവൃത്തികളും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചല്ലാതെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തിന് മനവക കാര്യങ്ങൾ അന്വേഷിക്കുന്നാൾ എന്ന പേർ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അന്വേഷിച്ചിരുന്നത് മാസപ്പടിക്കാരായ കാര്യസ്ഥന്മാരായിരുന്നു. അവരിൽ ചിലരുടെ സാമർഥ്യം കൊണ്ട് കാര്യങ്ങൾ ഒരുവിധം ശരിയായി തന്നെ നടന്നു വരുന്നു എന്ന് പറയാം. ഇദ്ദേഹം സൂക്ഷ്മത്തിൽ ശുദ്ധ മനസ്സാണ്, നിഷ്കന്മഷനാണ്. എങ്കിലും ശീലത്തിൻ്റെ ദുർഗുണം കൊണ്ട് ശുദ്ധനാണെന്ന് അധികം ആളുകൾക്ക് സാധാരണയായി അഭിപ്രായമുണ്ടായിരുന്നില്ല. സാധാരണ അറിവും പഠിപ്പും ഇല്ലാത്ത ധനവാന്മാർക്കുണ്ടാവുന്ന പോലെ തന്നെപ്പറ്റി ഇദ്ദേഹത്തിന് വലിയ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത്. താൻ കാര്യത്തിന് അതിനിപുണനാണെന്ന് തൻ്റെ സേവകന്മാരായ കാര്യസ്ഥന്മാരും കണ്ടാൽ മന്മഥനെ പോലെ സുന്ദരനാണെന്ന് താൻ സഹവാസം ചെയ്തിട്ടുള്ള കുലടമാരും ഈ ഭോഷച്ചാരെ നല്ലവണ്ണം പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. മുഖസ്തുതി കേട്ടുകേട്ട് താൻ ഒരു മഹാപുരുഷനാണെന്ന് ഇദ്ദേഹം മനസ്സിൽ തീർച്ചയാക്കി വെച്ചിരുന്നു. പണം പിടുങ്ങുവാൻ സാമർഥ്യവും ദൗഷ്ട്യവും ഉള്ള വ്യഭിചാരികളായ സ്ത്രീകൾ തൻ്റെ ദേഹകാന്തിയെപ്പറ്റി തന്നോട് പറഞ്ഞു വരുന്ന ഭോഷ്കുകളെല്ലാം ഈ സാധു വാസ്തവത്തിൽ തനിക്കുള്ള ഗുണങ്ങളാണെന്ന് കരുതി നന്നെ ഞെളിഞ്ഞിരുന്നു. വയസ്സു 45 ഈ ധാർഷ്ട്യത്തിന് ലേശം കുറവില്ലായിരുന്നു. തമ്പുരാൻ്റെ തിരുമേനി കാണാതെ ഒരു കാണി നേരം അടിയൻ ഇരിക്കയില്ല എന്ന് ഒരുത്തി എപ്പോഴോ ഒരിക്കൽ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശിലാരേഖ പോലെ കിടക്കുന്നു. തമ്പുരാൻ്റെ തിരുമേനിയിൽ അടിയൻ്റെ ശരീരം ചേർപ്പാനുണ്ടായ ഭാഗ്യം തന്നെ അടിയന് വലിയത്. പണം കാശിൽ ആർക്ക് ആഗ്രഹം? അതാർക്കില്ലാത്തു? ഈ തിരുമേനി വേറെ ഒരാൾക്ക് കാണുമോ എന്ന് മറ്റൊരുത്തി പറഞ്ഞത് വേദവാക്യമായി ഇദ്ദേഹം മനസ്സിൽ വെച്ചിരുന്നു. പിന്നെ തൻ്റെ ചങ്ങാതിയാക്കി താൻ അടുക്കെ വെച്ചിട്ടുള്ളത് ചെറുശ്ശേരി ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയെയാണ്. ഇദ്ദേഹത്തെ പോലെ ഇത്ര സരസതയും സാമർഥ്യവും ഉണ്ടായിട്ട് മറ്റൊരാളെ പറയാൻ എന്നാൽ സാധ്യമല്ല. വിൽപ്പത്തി കടുകട്ടി, വ്യാകരണശാസ്ത്രം വെടുപ്പായി പഠിച്ചിരിക്കുന്നു, സംഗീതത്തിൽ അതിപരിജ്ഞൻ, കാഴ്ചയിൽ നല്ല സ്ത്രീയുള്ള മുഖവും ദേഹവും. സംഭാഷണത്തിൽ ഇത്ര സരസത മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല. ഈ കഥയിലുള്ള മറ്റാർക്കും ഇത് ഇല്ലെന്ന് തീർച്ചയായി ഞാൻ പറയുന്നു. ഇദ്ദേഹം അശേഷം ദുർബുദ്ധിയല്ല. എന്നാൽ പരിഹാസയോഗ്യന്മാരായ മനുഷ്യരെപ്പറ്റി ഇദ്ദേഹത്തിന് അശേഷം ദയയില്ലെന്നു തന്നെ പറയാം. ഇദ്ദേഹത്തിൻ്റെ പരിഹാസത്തിനെ പറ്റി ഭയമില്ലാത്തവർ കേവലം ബുദ്ധിയില്ലാത്തവർ മാത്രമേയുള്ളൂ. പരിഹസിച്ചാൽ ഒരു തരിമ്പും അറിയാത്തവന് മാത്രം ഇദ്ദേഹത്തിന് ഭയമില്ല. നമ്മുടെ സൂരി നമ്പൂതിരിപ്പാട്ടിലേക്ക് ഇദ്ദേഹത്തിന് ഭയമില്ല. ഇദ്ദേഹം സൂരി നമ്പൂതിരിപ്പാട്ടിലെ ഒരു സ്നേഹിതൻ ഒരിക്കലുമായിരുന്നില്ല. സൂരി നമ്പൂതിരിപ്പാട്ടിലെക്കുറിച്ച് ഇദ്ദേഹത്തിന് വലിയ പുച്ഛമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് അത്ര പുറത്ത് കാണിക്കാൻ നിവൃത്തിയില്ലല്ലോ. സൂരി നമ്പൂതിരിപ്പാട് ധനം കൊണ്ടും ഉത്കൃഷ്ടത കൊണ്ടും നമ്പൂതിരിമാരിൽ മുഖ്യനാണ്. അദ്ദേഹത്തെ പുറത്തേക്കെങ്കിലും എങ്ങനെ ബഹുമാനിക്കാതെ കഴിയും?
സൂരി നമ്പൂതിരിപ്പാട്ടിലേക്ക് തന്നെ സ്തുതിക്കുന്നവരെ ഒക്കെയും ബഹുപ്രിയമാണ്. അതു നിന്ദാസ്തുതിയായാലും വാസ്തവമായാലും അങ്ങറിവാനും പ്രയാസം. ഗോവിന്ദൻ നമ്പൂതിരി സൂരി നമ്പൂതിരിയുടെ അനുജനും അതിയോഗ്യനുമായ നാരായണൻ നമ്പൂതിരിപ്പാട്ടിലെ പരമ സ്നേഹിതനാകുന്നു. എന്നാൽ മൂർഖില്ലാത്ത മനയ്ക്കൽ ഇദ്ദേഹം ചെന്നാൽ ഇദ്ദേഹത്തിന് തൻ്റെ സ്നേഹിതനുമായി സംസാരിപ്പാൻ സാധിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. മനയ്ക്കൽ ചെന്നാൽ സൂരി നമ്പൂതിരിപ്പാട്ടിലെ പത്തായപ്പുര മാളികയിലേക്ക് ഉടനെ വിളിക്കും. പിന്നെ വിടുന്ന കാര്യം പ്രയാസം. ഇങ്ങനെയാണ് സൂരി നമ്പൂതിരിപ്പാടും ഗോവിന്ദൻ നമ്പൂതിരിയുമായിട്ടുള്ള ഇരിപ്പ്. നമ്പൂതിരിപ്പാട്ടിലെ ഇഷ്ടം പോലെ പറയാഞ്ഞാൽ മുഷിയും, മുഷിഞ്ഞാൽ ഉപദ്രവങ്ങൾ ഉണ്ടായി വന്നേക്കാം എന്നുള്ള ഭയത്താൽ ഗോവിന്ദൻ നമ്പൂതിരി നമ്പൂതിരിപ്പാട്ടിനെ നിന്ദാസ്തുതി ധാരാളമായി ചെയ്യാറുണ്ട്. താൻ അതിസുന്ദരനാണെന്നും നല്ല കാര്യസ്ഥനാണെന്നും തന്നോട് ആര് പറയുന്നില്ലയോ അവരോടൊക്കെ നമ്പൂതിരിപ്പാട്ടിലേക്ക് ബഹുരസക്ഷയവും വിരോധവും തോന്നുമാറാണ്. അതുകൊണ്ട് ചെറുശ്ശേരി നമ്പൂതിരിക്ക് ഇദ്ദേഹത്തെ സ്തുതിക്കാതിരിപ്പാൻ നിവൃത്തിയില്ലാതെ വന്നുപോയി. പിന്നെ നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് പറവാനുള്ളത് ഇദ്ദേഹം കുറെ കളിഭ്രാന്തനാണെന്ന് കൂടിയാണ്. കഥകളി വലിയ ഇഷ്ടമാണ്. അതിൻ്റെ ഗുണദോഷ പരിജ്ഞാനം ഒരുമാതിരിയിൽ നല്ലവണ്ണം ഉണ്ട്. സംവത്സരത്തിൽ 365 ദിവസവും പിന്നെ ദിവസമുണ്ടെങ്കിൽ അന്നും കഥകളി കണ്ടാലും തൃപ്തിയില്ല. ഇദ്ദേഹത്തിൻ്റെ അനുജന്മാർ സമർത്ഥന്മാരാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവരൊക്കെ വിഡ്ഢികളാണെന്നായിരുന്നു. നമ്പൂതിരിപ്പാട് കുളിപ്പുരയിൽ എണ്ണ തേച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേശവൻ നമ്പൂതിരിയുടെ എഴുത്തുകൊണ്ട് വന്നത്. അത് വായിച്ച ഉടനെ ആ നിമിഷത്തിൽ തന്നെ ചെറുശ്ശേരി നമ്പൂതിരിയെ വിളിക്കാൻ കൽപ്പനയായി. വെറ്റിലപ്പെട്ടിക്കാരൻ ഗോവിന്ദൻ ചെറുശ്ശേരി നമ്പൂതിരിയെ വിളിക്കാൻ പോയി. ഇവൻ നല്ല സാമർഥ്യമുള്ള ഒരു വികൃതിക്കുട്ടിയാകുന്നു. തൻ്റെ യജമാനൻ്റെ സ്വഭാവം മുഴുവനും അറിഞ്ഞ് ഗുണദോഷങ്ങളെ ഗുണിച്ചു വെച്ച കള്ളനാണ്. എങ്കിലും നമ്പൂതിരിപ്പാട്ടിലെ മേൽ ഇവന് നല്ല ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. ഗോവിന്ദൻ ചെറുശ്ശേരി ഇല്ലത്ത് ചെല്ലുമ്പോൾ ഗോവിന്ദൻ നമ്പൂതിരി ഭക്ഷണം കഴിഞ്ഞ് പുറത്ത് പൂമുഖത്ത് വന്ന് ചതുരംഗത്തിന് ഭാവിച്ച് കരുക്കൾ മുറിക്കുകയായിരുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: എന്താ ഗോവിന്ദ ബന്ധപ്പെട്ട് വന്നത്? ഗോവിന്ദൻ: അങ്ങട്ട് ഒന്ന് എഴുന്നള്ളാൻ കൽപ്പനയായിരിക്കുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: നമ്പൂരി ഊൺ കഴിഞ്ഞുവോ? ഗോവിന്ദൻ: ഇല്ല, കുളപ്പുരയിൽ ഉലപ്പെണ്ണ ചാർത്തുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: എന്താ ഇത്ര അടിയന്തരം? വിശേഷവിധി വല്ലതുമുണ്ടോ? ഗോവിന്ദൻ: ചെമ്പാഴിയോട്ട് നിന്ന് കറുത്തയിടത്ത് കേശവൻ നമ്പൂതിരിയുടെ ഒരു എഴുത്ത് വന്നിരുന്നു. അത് വായിച്ച ഉടനെയാണ് തിരുമനസിലെ വിളിപ്പാൻ കൽപ്പനയായത്. ചെറുശ്ശേരി നമ്പൂതിരി: ശരി, മനസ്സിലായി. ഞാൻ വരാം. മുണ്ടൊന്ന് മാറിയെടുക്കട്ടെ. ചെറുശ്ശേരി നമ്പൂതിരി ആ ദിവസത്തിന് ഒരു 20 ദിവസങ്ങൾ മുമ്പ് കേശവൻ നമ്പൂതിരിയുടെ കൂടെ ചെമ്പാഴിയോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ദുലേഖയും മാധവനുമായി ചെറുശ്ശേരി നമ്പൂതിരി അന്ന് വളരെ പരിചയവും ഇഷ്ടവുമായി തീർന്നു. ഉടനെ വരാമെന്ന് പറഞ്ഞാണ് മടങ്ങിപ്പോന്നത്. ചെറുശ്ശേരി നമ്പൂരി മടങ്ങിപ്പോരാൻ യാത്ര പറഞ്ഞപ്പോൾ കേശവൻ നമ്പൂതിരി മൂർഖില്ലാത്ത സൂരി നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങിച്ചാൽ ബഹുയോഗ്യതയായിരിക്കുമെന്നും അതിന് ചെറുശ്ശേരി നമ്പൂരി ശ്രമിക്കണമെന്നും ചെറുശ്ശേരി നമ്പൂരിയോട് പറയുകയും തന്നാൽ അത് സാധിക്കയില്ലെന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുശ്ശേരി നമ്പൂരി ചെമ്പാഴിയോട്ട് നിന്ന് മടങ്ങി ഇല്ലത്ത് വന്നതിൻ്റെ ശേഷം ഇന്ദുലേഖയെക്കുറിച്ച് സൂരി നമ്പൂരിപ്പാട്ടിലെ അനുജനും അതിബുദ്ധിമാനുമായ നാരായണൻ നമ്പൂരിപ്പാടോട് മാത്രം അല്പം പ്രസ്താവിച്ചിട്ടുണ്ട്. സൂരി നമ്പൂരിപ്പാടോട് ഇന്ദുലേഖയെക്കുറിച്ച് ചെറുശ്ശേരി ഒരക്ഷരവും ശബ്ദിച്ചിട്ടില്ല. ഇങ്ങനെ ഇന്ദുലേഖയുമായി നമ്മുടെ ചെറുശ്ശേരി നമ്പൂരി മുമ്പു തന്നെ പരിചയമായിരുന്നു. ഗോവിന്ദൻ വന്ന് വിളിച്ചതിനാൽ ചെറുശ്ശേരി നമ്പൂരി പുറപ്പെടാൻ നിശ്ചയിച്ച് അകായൽ പോയി ഒരു അലക്കിയ മുണ്ടെടുത്ത് പുറത്തേക്ക് വന്നു. ഗോവിന്ദ, ഇനി പോവുക എന്ന് പറഞ്ഞ് പുറപ്പെട്ടു.
വഴിയിൽ വെച്ച് ചെറുശ്ശേരി നമ്പൂരിയോട് ഗോവിന്ദൻ വിളിപ്പാൻ കൽപ്പിച്ച കാര്യം തിരുമനസ്സിലേക്ക് മനസ്സിലായിട്ടുള്ളതുപോലെ അടിയൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അടിയൻ ഉണർത്തിക്കാം. ചെറുശ്ശേരി നമ്പൂതിരി പറയൂ. ഗോവിന്ദൻ ചെമ്പാഴിയോട്ട് അതിസുന്ദരിയായി ഒരു സ്ത്രീ ഉണ്ട് പോൽ. കേശവൻ നമ്പൂരിക്ക് സംബന്ധമുള്ള പൂവള്ളി വീട്ടിൽ. അവിടെ തമ്പുരാൻ സംബന്ധം ചെയ്യുവാൻ നിശ്ചയിച്ചിട്ടാണ് എഴുത്ത് വന്നിരിക്കുന്നത്. കൂടെ എഴുന്നള്ളേണ്ടി വരുമെന്ന് തോന്നുന്നു. ചെറുശ്ശേരി നമ്പൂതിരി ചിരിച്ചും കൊണ്ട് ഗോവിന്ദൻ പറഞ്ഞതെല്ലാം കേട്ടു. ഒടുവിൽ ചെറുശ്ശേരി നമ്പൂതിരി ഗോവിന്ദ, നീയും കൂടെ വരുന്നില്ലേ ഞങ്ങൾ പോകുന്നതാണെങ്കിൽ? ഗോവിന്ദൻ അടിയൻ നിശ്ചയമായി വരും. തിരുമനസ്സുകൊണ്ട് ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ എന്നോട് ആ എഴുത്ത് കൊണ്ടുവന്നവർ പറഞ്ഞു. കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. ചെറുശ്ശേരി നമ്പൂതിരി ഞാൻ കണ്ടിട്ടുണ്ട്. എഴുത്ത് കൊണ്ടുവന്നവനാണോ നിന്നോട് ഈ സംബന്ധത്തിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞത്? ഗോവിന്ദൻ അല്ല, അത് തമ്പുരാൻ തന്നെ അരുളി ചെയ്തു. എഴുത്ത് അടിയൻ വായിച്ചിട്ടില്ല. തമ്പുരാൻ ഒന്നുകൂടി അരുളി ചെയ്തു. ഇത് എല്ലാ സംബന്ധം പോലെയല്ല. കുട്ടിയെ എന്തോ ഒരു പേര് അരുളി ചെയ്തു. ചന്ദ്രഭാനു എന്നോ ചിത്രലേഖ എന്നോ മറ്റോ ഒരു പേര് അരുളി ചെയ്തു. സംബന്ധം കഴിച്ച് പിറ്റേ ദിവസം കൂടെ തന്നെ മനക്കിലേക്ക് കൊണ്ടുവരുന്നുവത്രേ. അതിന് ഇന്നു തന്നെ വലിയ തമ്പുരാനെ ഉണർത്തിച്ച് സമ്മതം വാങ്ങണമെന്നാണ് അരുളി ചെയ്തത്. ഇതു കേട്ടപ്പോൾ ഗോവിന്ദൻ നമ്പൂതിരിക്ക് ചിരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെയായി പൊട്ടിച്ചിരിച്ചുപോയി. ചിരിയുടെ കാരണം വ്യക്തമായി തനിക്ക് മനസ്സിലായില്ലെങ്കിലും ഗോവിന്ദനും കൂടെ ചിരിച്ചു. രണ്ടാളും വേഗം മനക്കിലേക്ക് നടന്നു. ചെറുശ്ശേരി നമ്പൂതിരിയെ വിളിക്കാൻ ഗോവിന്ദനെ അയച്ച ഉടനെ നമ്പൂതിരിപ്പാട് കുളിയും ഊണും കഴിഞ്ഞ് ഇന്ദുലേഖയെ തന്നെ ഉറപ്പായി മനസ്സിൽ ധ്യാനിച്ചും രസിച്ചും കൊണ്ട് പുറത്ത് പൂമുഖത്ത് വന്നു നിന്നു. അപ്പോൾ മനവക വ്യവഹാര കാര്യസ്ഥൻ താശൻ മേനോൻ ഒരു കടലാസ് കെട്ടും കൊണ്ട് നമ്പൂതിരിപ്പാട്ടിലെ അടുക്കെ എത്തിവശായി. നമ്പൂതിരിപ്പാട് എനിക്ക് ഇന്ന് കാര്യം നോക്കാൻ ഒന്നും ഇടയില്ല. താച്ചു, നീ പൊയ്ക്കോ. താശൻ മേനവൻ ഇത് അസാരം ഒന്ന് നോക്കാതെ കഴിയില്ല. നമ്പൂതിരിപ്പാട് ഇന്ന് നീ എന്ത് പറഞ്ഞാലും എനിക്കിടയില്ല. താശൻ മേനവൻ മറ്റന്നാൾ നമ്പർ വിചാരണയാണ്. അടിയന് ഒരു വിവരം ഉണർത്തിക്കാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഉണർത്തിക്കാതെ കഴിയില്ല. നമ്പൂതിരിപ്പാട് എന്ത് വിചാരണയായാലും വേണ്ടതില്ല. ഇന്ന് എനിക്ക് ഒരു കാര്യവും കേൾക്കാനിടയില്ല. താശൻ മേനവൻ ഒരാധാരം ഫയലാക്കേണ്ടതുണ്ട്. അതിന് ഒരു ഹരജി കൊടുക്കണം. ഹരജി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിലൊന്ന് തൃക്കൈ വിളയാടി തന്നാൽ മതി. നമ്പൂതിരിപ്പാട് ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഞാനൊരു കടലാസിലും ഒപ്പിടാറില്ലെന്ന് താച്ചുവിന് നിശ്ചയമില്ലേ? പിന്നെ എന്തിന് എന്നെ വന്ന് ഉപദ്രവിക്കുന്നു? താശൻ മേനവൻ ആധാരം ഫയലാക്കാൻ തിങ്കളാഴ്ച ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നമ്പർ ദോഷമായി തീരും. നമ്പൂതിരിപ്പാട് എങ്ങനെയെങ്കിലും തീരട്ടെ, അപ്പീൽ കോടതിയില്ലേ? താശൻ മേനവൻ ആധാരം ഫയലാക്കാഞ്ഞാൽ അപ്പീൽ കോടതിയിലും തോൽക്കും. നമ്പൂതിരിപ്പാട് ഇത് വലിയ അനർത്ഥം തന്നെ. താച്ചുവിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ എന്നെ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? താശൻ മേനവൻ ഹരജിയിൽ അടിയന് ഒപ്പിട്ട് കൊടുക്കാൻ പാടുണ്ടോ? നമ്പൂതിരിപ്പാട് ഇന്ന് ശനിയാഴ്ച ഒരു ഹരജിയിലും ഒപ്പിടുകയില്ല. പണ്ട് ഒരന്യായത്തിൽ ശനിയാഴ്ച ഒപ്പിട്ടിട്ട് ആ നമ്പർ തോറ്റുപോയത് താച്ചുവിന് ഓർമ്മയില്ലേ? താശൻ മേനവൻ ഇത് അന്യായമല്ല, ഹരജിയല്ലേ? നമ്പൂതിരിപ്പാട് എന്തായാലും ഞാൻ ഇന്ന് ഒപ്പിടുകയില്ല. നിശ്ചയം. താച്ചു പോയി കുളിക്കൂ. താശൻ മേനവൻ ഈ നമ്പറിൽ സാക്ഷിക്ക് എഴുന്നള്ളേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട് ഞാനോ? താശൻ മേനവൻ റാൻ. നമ്പൂതിരിപ്പാട് ശിക്ഷ ശിക്ഷ. ഞാൻ ഒരിക്കലും പോവുകയില്ല. പക്ഷേ നമ്പർ തോറ്റാലും വേണ്ടതില്ല. കൽപ്പന വന്നിരുന്നുവോ? താശൻ മേനവൻ കൽപ്പന വന്നിരുന്നു. ഇവിടെ ഇല്ലാത്ത പ്രകാരം മറുപടി എഴുതിപ്പിച്ചയച്ചു. നമ്പൂതിരിപ്പാട് എന്നെ സാക്ഷി കൊടുത്ത ഈ അധിക പ്രസംഗി ആരാണ്? താശൻ മേനവൻ ഉള്ളാട്ടൽ പഞ്ചുമേനവൻ്റെ മേലുള്ള അന്യായത്തിലാണിത്. നമ്പൂതിരിപ്പാട് ഉള്ളാട്ടൽ പഞ്ചുവോ?
ശിക്ഷ എന്താണ്? അവൻ്റെ മേൽ നമ്പർ കൊടുത്തിട്ടുണ്ടോ? താശൻ മേനവൻ: ഇല്ലേ, ചേർപ്പറ്റൈക്കളം ഒഴിപ്പിപ്പാൻ. നമ്പൂതിരിപ്പാട്: ശരി ശരി, ഞാൻ അന്താളിച്ചു. ആ നമ്പ്ര വിധിച്ചു എന്നല്ലേ താച്ചോ ഇന്നാൾ എന്നോട് പറഞ്ഞത്? താശൻ മേനവൻ: അടിയൻ അങ്ങനെ ഉണർത്തിച്ചിട്ടില്ല. പഞ്ചുമേനോൻ ജന്മവാദം പുറപ്പെടുവിച്ചിരിക്കുന്നു. മനവക 4-5 ഭൂമികൾ പഞ്ചുമേനോൻ്റേതാണെന്ന് തർക്കിക്കുന്നു. നമ്പൂതിരിപ്പാട്: പഞ്ചുവോ? ഇത്ര വഷളാണിവൻ? ഇത് ഞാൻ അറിഞ്ഞതേയില്ല. ഒരാളെ അയച്ച് പഞ്ചുവോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ആ വഷളനോട് ഞാൻ തന്നെ ഒന്ന് ചോദിക്കട്ടെ. ഇത്ര കുറുമ്പ് കാണിച്ചാൽ കുളം, കിണർ, ക്ഷേത്രം, മാറ്റ് ഇതെല്ലാം ഉടനെ വിരോധിക്കണം. എന്നാൽ പട്ടി പോലെ പഞ്ചു ഓടി വരും. താച്ചുവിന് ഈ വിവരം മുമ്പേ എന്നോട് പറയായിരുന്നില്ലേ? താശൻ മേനവൻ: ഇതുകൊണ്ട് ഒന്നും ഫലമുണ്ടാവുകയില്ലെന്ന് തോന്നുന്നു. പഞ്ചുമേനോൻ ഒരു ബാരിസ്റ്റർ സാഹിബിനെ വരുത്തിയിരിക്കുന്നു. നമ്പൂതിരിപ്പാട്: സായിവ് വന്നാൽ എന്താണ്? താശൻ മേനവൻ: അയാൾ വലിയ കേമനാണ്. നമ്പൂതിരിപ്പാട്: നമുക്കും ഒരു സായിവിനെ ഏൽപ്പിക്കണം. ഏലമലക്കാരൻ മക്ഷാമൻ ആയാൽ മതി. അയാളും ഞാനും തമ്മിൽ വളരെ സ്നേഹമാണ്. അയാളുടെ അടുക്കൽ താച്ചു പോയി വിവരം പറയൂ. താശൻ മേനവൻ: മലവാരക്കാർ സായിവന്മാർ ഈ വക കാര്യങ്ങൾ ഏൽക്കുകയില്ല. നമ്പൂതിരിപ്പാട്: അധിക പ്രസംഗം പറയണ്ട. ആ കരാറുകാരൻ സാഹിബ് എനിക്ക് വേണ്ടി എന്തും ചെയ്യും. താശൻ മേനവൻ: റാൻ, എന്നാൽ അത് അടിയൻ അങ്ങനെ തന്നെ ശട്ടമാക്കാം. ഈ ഹർജിയിൽ ഇപ്പോൾ തന്നെ ഒന്ന് തൃക്കൈ വിളയാടി കിട്ടാഞ്ഞാൽ തിങ്കളാഴ്ച നമ്രദോഷമായി തീരും. ഇങ്ങനെ താശൻ മേനോനും നമ്പൂതിരിപ്പാടും കൂടി ഒപ്പിടണമെന്നും ഒപ്പിടുകയില്ലെന്നും തർക്കവും ശാഠ്യവും കലശലായപ്പോൾ നാരായണൻ നമ്പൂതിരിപ്പാട് അകത്തുനിന്ന് വന്ന് വളരെയെല്ലാം പറഞ്ഞ് നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് ഹർജിയിൽ ഒരു വിധത്തിൽ ഒപ്പിടിയിച്ചു. ഒപ്പിട്ട ഉടനെ എന്താണ് ചെറുശ്ശേരി വരാത്തത് എന്നും പറഞ്ഞ് നമ്പൂതിരിപ്പാട് പടിപ്പുരയിലേക്ക് പോയി വരവ് നോക്കിക്കൊണ്ടും ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ ദൃഢമായി മനസ്സിൽ ധ്യാനിച്ചും രസിച്ചും കൊണ്ടു നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുശ്ശേരി നമ്പൂതിരിയും ഗോവിന്ദനും വരുന്നത് കണ്ടു. പടി കയറുന്നതിന് മുമ്പ് തന്നെ നമ്പൂതിരിപ്പാട് ഉറക്കെ വിളിച്ചു പറഞ്ഞു തുടങ്ങി.